നമസ്കാരം. എന്താണ് മ്യൂച്വൽ ഫണ്ട്? ഏതൊക്കെ തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്? മ്യൂച്വൽ ഫണ്ടിൽ നിന്നും വരുമാനം എങ്ങനെയാണ് ലഭിക്കുന്നത്? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നിരവധി ആളുകളിൽ നിന്നുള്ള നിക്ഷേപം സ്വീകരിച്ച് ഒരു അസറ്റ് ഫണ്ട് മാനേജറുടെ സഹായത്തോടെ ഓഹരിയിലും കടപ്പത്രങ്ങളും നിക്ഷേപിച്ച് വരുമാനം ലാഭം കണ്ടെത്തുന്ന പദ്ധതിയാണ് പൊതുവെ മ്യൂച്വൽ ഫണ്ട് എന്നറിയപ്പെടുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട് പ്രധാനമായിട്ടും 3 തരത്തിലുണ്ട്: ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്, ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടാണ്. ഓഹരികളിൽ പണം നിക്ഷേപിച്ച് ലാഭം കണ്ടെത്തുന്ന പദ്ധതിയാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടപ്പത്രങ്ങളിൽ പണം നിക്ഷേപിച്ച് വരുമാനം കണ്ടെത്തുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്. ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട് ആവട്ടെ ഒരു നിശ്ചിത ശതമാനം ഇക്വിറ്റിയിലും ഒരു നിശ്ചിത ശതമാനം ഡെപ്റ്റിലും ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം കണ്ടെത്തുന്ന മ്യൂച്വൽ ഫണ്ടാണ്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടും ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട NAV ആണ്, നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയും. ഒരു കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ടിന്റെ നെറ്റ് അസറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്കൊരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലാഭം ലഭിക്കുന്നത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ തന്നെ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്, സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്, മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്, മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ട്, ഇൻഡെക്സ് ഫണ്ട്, അതുപോലെ ELSS ഫണ്ട്, അതുപോലെ സെക്ടർ ഫണ്ട്. ഇതിൽ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള 100 കമ്പനീസ്, ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള 100 കമ്പനികൾ, അത് മൂലധനത്തിൻ്റെ നിക്ഷേപത്തിലാവട്ടെ വളർച്ചയിലാവട്ടെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള കമ്പനികൾ, ആ കമ്പനികളുടെ ഷെയറുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം കണ്ടെത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ചെറുകിട കമ്പനികളിൽ പണം നിക്ഷേപിച്ച് ഓഹരിയിൽ നിന്നും വരുമാനം കണ്ടെത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളാവട്ടെ ഇടത്തരം കമ്പനികളിൽ നിന്നും നിക്ഷേപത്തിൽ നിന്നും വരുമാനം കണ്ടെത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളും മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളും സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളും ഉപയോഗിച്ച്, അതായത് നിശ്ചിത ശതമാനം ലാർജ് ക്യാപ്പിലും അതുപോലെ നിശ്ചിത ശതമാനം സ്മോൾ ക്യാപ്പിലും നിശ്ചിത ശതമാനം മിഡ് ക്യാപ്പിലും നിക്ഷേപിച്ച് സംയോജിപ്പിച്ച് ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ആയിട്ട് നമുക്ക് വരുമാനം കണ്ടെത്തി തരുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. പിന്നുള്ളത് ഇൻഡെക്സ് ഫണ്ടുകളാണ്. അതായത് സെൻസെക്സ്, നിഫ്റ്റി പോലുള്ള ഓഹരി വിപണികളുടെ സൂചികകൾ അനുബന്ധമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ്. അപ്പോൾ